പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് നമുക്ക് ഒരുമിച്ച് തന്ന വലിയൊരു സമയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ക്രിസ്തീയ കോളത്തിൽ ചുറ്റുപാടുകളിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ ആത്മീയ ഉറക്കം ഇത് വളരെയധികം വേദനാജനകമായ ഒരനുഭവമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഉണർന്നിരിക്കേണ്ടവർ ഉറങ്ങിയിരുന്നാൽ, ജാഗരൂകരായിരിക്കേണ്ടവർ ആകാതിരുന്നാൽ ശത്രുവിന് പ്രവർത്തിക്കുവാൻ കഴിയും എന്ന് നമ്മൾ അറിയുന്നു. കർത്താവ് പ്രകാരം ഒരു ഉപമ പറയുന്നുണ്ടല്ലോ. ഒരു മനുഷ്യൻ തന്നെ വയലിൽ വിതച്ചു, എന്നിട്ട് ആ മനുഷ്യൻ ഉറങ്ങാൻ പോയി. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രു വന്ന് വയലിൽ കള വിതച്ചിട്ട് പോയി. കുറച്ച് നാൾ കഴിഞ്ഞ് വളർന്നു വന്നപ്പോഴാണ് കളയും അതേ ഗോതമ്പും കൂടെ അല്ലെങ്കിൽ നെല്ലും കൂടെ ഒരുമിച്ച് വളരുന്നത് തൻ്റെ ബാല്യക്കാർ സേവകർ കണ്ടത്. അവർ യജമാനോട് പറഞ്ഞു, യജമാനെ, കള ഒരുപാട് വളർന്നു വരുന്നല്ലോ, ഞങ്ങളിത് പിഴുത് കളയട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പം വേണ്ട, കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ ഒരുമിച്ച് പിഴുതാം. പക്ഷേ കള എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ അത് ശത്രു ചെയ്തതാകുന്നു. ആ മനുഷ്യൻ ഉറങ്ങുമ്പോൾ ശത്രു വന്ന് കള വിതച്ചിട്ട് പോയി. സഭ കെട്ടിയടച്ച ഒരു തോട്ടമാണെന്നാണല്ലോ ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുന്നത്. ആമേൻ. കർത്താവിന് പ്രയോജനമായ ശുശ്രൂഷയ്ക്കായി നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ചപ്പോൾ, നാം അത് നിവർത്തിക്കാതെ ഇരിക്കുമ്പോൾ, നാം അതിന് ജാഗരൂകത കാണിക്കാതെ, നാം അതിന് ഉത്സാഹം കാണിക്കാതെ, മന്ദതയിലും ഉറക്കത്തിലും മടിയിലും അലസതയിലും ഒക്കെ നമ്മളായിരിക്കുമ്പോൾ ശത്രുവിൽ പ്രവർത്തിക്കാനുള്ള വേദിയായിട്ട് മാറുന്നതായി നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്ന വാക്യം റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ്. ദ ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 13 വേഴ്സ് 11. നമ്മളിങ്ങനെ അത് വായിക്കുന്നത്, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. എൻ്റെ അടുത്ത വാക്യം ഇങ്ങനെ ഒന്ന് വായിച്ച് മുമ്പോട്ട് പോകാം. 12-ാമത്തെ വാക്യം, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. 14-ാം വാക്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ക്രിസ്ത്യ ജീവിതത്തെ അഥവാ ഈ വിശ്വാസ ജീവിതത്തെ നാം വളരെയധികം ഗൗരവമായി കാണേണ്ട ഒരു സമയമാണിത്. പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മോട് പറയുന്നുണ്ട്, ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. എഫെസ്യ ലേഖനം 1:3 നമ്മൾ വായിക്കുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാ ദൈവം വിശ്വസ്തനാണ്. അതിൻ്റെ 1:4 പറയുന്നു, തൻ്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു, ദത്തെടുത്തിരിക്കുന്നു. റോമാലേഖനത്തിൽ നമ്മൾ 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, കാട്ടൊലിവിൻ ശാഖയായിരുന്ന നമ്മെ ദൈവം എന്തു ചെയ്തു? നല്ല ഒലിമരത്തോട് ഒട്ടിച്ചു ചേർത്തു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അന്ധകാരത്തിൽ നമ്മെ വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവായ ദൈവം.
ഒരുപാട് കാര്യങ്ങൾ ദൈവമക്കളായ നമ്മളെക്കുറിച്ച് വചനം ഉറപ്പിച്ച് തറപ്പിച്ചും നമ്മോട് പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഈ കർത്താവായ യേശുക്രിസ്തു നമുക്ക് കൃപയാൽ നൽകിയ ഈ രക്ഷ, അതുകൊണ്ടാണല്ലോ എബ്രായ ലേഖനത്തിൽ പറഞ്ഞ നിങ്ങളെ ലഭിച്ച രക്ഷ നിങ്ങൾ അഗണ്യമായി വിചാരിക്കരുത്. അപ്പോൾ രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുക ഇതൊരു വലിയ നേട്ടമാണ്, ഒരു വലിയ പദവിയാണ് പ്രിയരെ. എത്ര പേരതിനെ ആ രീതിയിൽ അംഗീകരിക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്നെനിക്കറിയത്തില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ളത് കർത്താവുമായുള്ള ബന്ധത്തിൽ ഈ നാശലോകത്തിൽ നാം ജീവിക്കുമ്പോൾ, ഈ മരുഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ, നാം പരദേശിയായി സ്വർഗീയ പൗരന്മാരാണെങ്കിലും ഇവിടെ നമുക്ക് കുറച്ചുനാൾ കഴിയേണ്ടതായ ആവശ്യകത ഉള്ളത് കൊണ്ട് നാം ഇവിടെ ജീവിക്കുമ്പോൾ, ഈ പരദേശവാസം കഴിഞ്ഞ് നാം ഇവിടുന്ന് അക്കരയ്ക്ക് പോകും, കർത്താവിൻ്റെ അടുത്ത് പോകും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം വളരെ ഗൗരവത്തോടെ നാം കാണേണ്ടതായിട്ടുണ്ട്. ആമേൻ. നാം നമ്മിലെ തന്നെ നോക്കണം. ഒരു ഇൻട്രോസ്പെക്ഷൻ ആവശ്യമാണ്. നാം ആരാണ്, എന്തിനാണ് ഇവിടെ വന്നത്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്ന് നാം തന്നെ വിശകലനം ചെയ്യണം. ഇവിടെ നമ്മോട് പറയുന്നത് സമയത്തെ അറിയുക. നമ്മൾ വായിച്ചത്, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ. ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് സമയത്തെ അറിയാം. എന്താ ഈ സമയം? ഈ സമയം നാം വിശ്വസിച്ച സമയത്തേക്കാൾ സമയം വളരെ മുമ്പോട്ട് പോയി, വളരെയധികം മുമ്പോട്ട് പോയി. ഇനി അധിക സമയം നമ്മുടെ മുമ്പിൽ ഇല്ല, ഇനി അധികം സാവകാശം നമ്മുടെ മുമ്പിൽ ഇല്ല എന്ന് നാം മനസ്സിലാക്കണമെന്നാണ് നമ്മോട് പറയുന്നത്. സോ നോ ദ ടൈം എന്ന് വെച്ചാൽ ടേക്ക് എ പ്രോപ്പർ എസ്റ്റിമേറ്റ് ഓഫ് ദ ടൈം. നമ്മളൊരു വീട് പണിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാനാണെങ്കിൽ നമ്മൾ വലിയ ആവേശത്തിൽ അത് തുടങ്ങിയെന്ന് വിചാരിക്കുക. കയ്യിലുള്ള കാശൊക്കെ ഒരുപാട് ചിലവാക്കി കഴിഞ്ഞപ്പോൾ ഒരു സമയമാകുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇവിടെ ഇനി എത്ര കാശുണ്ട് കയ്യിൽ, ഒരു എസ്റ്റിമേറ്റ് എടുത്ത് നോക്കാം. ഇനി എന്തൊക്കെ പണി ബാക്കിയുണ്ട്, ഇനി എത്ര സമയമുണ്ട്, ഇനി എത്ര സമയത്തിന് തീരും, എത്ര കാശിന് ബാക്കിയുണ്ട്, എന്തുമാത്രം പണികൾ ബാക്കിയുണ്ടെന്നൊക്കെ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ എടുത്തിട്ട് അതൊക്കെ ഒന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ ബാക്കി പണി ചെയ്യുന്നത്. അല്ലാതെ വരുന്നിടത്ത് വെച്ച് കാണാം, പണി മുമ്പോട്ട് പോട്ടെ, തീരുമ്പോൾ നോക്കാം, നേരത്തെ നോക്കാം, അങ്ങനെ ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു എസ്റ്റിമേറ്റ് എടുക്കണം. ഇനി എത്ര സമയം എൻ്റെ മുമ്പിലുണ്ട്? ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, 39-ാമത്തെ അധ്യായത്തിൽ സങ്കീർത്തനത്തിൽ ദാവീദ് ഇപ്രകാരം ചോദിക്കുന്നു, യഹോവേ, 4-ാം വാക്യം, യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. എന്തിനാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. കാരണം ഞാൻ അത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്നു മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. മനുഷ്യജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച്, ക്ഷണികതയെക്കുറിച്ച്, ഒന്നുമില്ലായ്മയെക്കുറിച്ച്, അല്പമായ ആയുസ്സുള്ള ഈ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമല്ലേ? നാം വളരെ സീരിയസ് ആയിട്ട് നാം ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. ഭക്തിയോടെ ജീവിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച്. ആമേൻ. ജീവിതം അധികം നാൾ നമുക്ക് മുമ്പിൽ ഇനി കാണത്തില്ല. പെട്ടെന്ന് നാം വിചാരിക്കാത്ത സമയത്ത്, നാം ഒരിക്കലും ചിന്തിക്കാത്ത സമയത്ത് ഈ ജീവൻ നമ്മെ വിട്ടു പോകും. 71-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാമത്തെ വാക്യം എന്നെ വളരെയധികം സ്വാധീനിച്ചൊരു വാക്യമാണിത്. അവിടെ ഇങ്ങനെ ദാവീദ് എഴുതിയിരിക്കുന്നത്, ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീരപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ. ആമേൻ. വാർദ്ധക്യം നരയുള്ള കാലത്ത് ഞാൻ എന്തിനാ ഉപേക്ഷിക്കാതിരിക്കുന്നത്? അടുത്ത തലമുറയോട് നിന്റെ ഭുജത്തെ അറിയിക്കുവാൻ, വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീരപ്രവൃത്തികളെ വർണ്ണിക്കുവാൻ.
എന്നെ ആയുസ്സോടെ കർത്താവേ നീ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിച്ചത് ഒരു പ്രോപ്പർ എസ്റ്റിമേറ്റ് ഓഫ് ടൈം ആവശ്യമാണ്. ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാൻ, നമുക്ക് കിട്ടിയ സമയത്തിൻ്റെ അല്ലെങ്കിൽ ഇനി ബാക്കി ശേഷിച്ചിരിക്കുന്ന സമയത്തിൻ്റെ വിലയെ മനസ്സിലാക്കുവാൻ, അതുപോലെ തന്നെ ഈ സമയം നമുക്ക് എന്തിനു വേണ്ടിയാണ് നൽകപ്പെട്ടത്, അതിൻ്റെ ഉദ്ദേശത്തെ, ആരുടെ ഉദ്ദേശത്തെ? ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ. തന്ന ദൈവമാണല്ലോ, ആയുസ് തന്ന ദൈവമാണ്, സമയം തരുന്ന ദൈവമാണ്. പലരെയും സമയത്തിന് മുമ്പേ നമ്മൾ വിചാരിക്കുന്നു അവർക്ക് കുറച്ചുകൂടി സമയം കിട്ടേണ്ടതായിരുന്നല്ലോ, പക്ഷെ ദൈവം വിളിച്ചല്ലോ, അവർക്ക് ആർക്കും ദൈവം സമയം കൊടുത്തില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് സമയം നീട്ടി തന്നിരിക്കുന്നു. ഇന്നും നമുക്ക് സമയം കിട്ടി, ഇന്നലെയും കിട്ടി, നാളെ കിട്ടുമെന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഈ സമയത്തിൻ്റെ ഉദ്ദേശത്തെ നമ്മൾ മനസ്സിലാക്കണം. അടുത്തതായി നാം മനസ്സിലാക്കേണ്ടത്, ഈ സമയം പെട്ടെന്ന് തീരും, ഇത് അധികം നാൾ നിൽക്കത്തില്ല, അധികം സമയം നിൽക്കത്തില്ല. അതുകൊണ്ട് ഈ സമയം, ഞാനായിരിക്കുന്ന സമയം, അത് വളരെ പ്രയോജനപ്രദമാക്കി തീർക്കണം. ഇത് സുവിശേഷത്തിൻ്റെ സമയമാണ്, ഇത് പ്രകാശത്തിൻ്റെ സത്യത്തിൻ്റെ സമയമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ അന്ധകാരമായി വരുന്നത്. ഈ ലോകത്ത് അന്ധകാരം വരാൻ പോവുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടി സഭ ഈ ലോകത്ത് നിന്ന് എടുത്തു മാറ്റപ്പെടുകയും വിശ്വാസികളെ എല്ലാവരും കർത്താവിനോടുകൂടെ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്താൽ ഈ ലോകത്തിൽ അന്ധകാരത്തിൻ്റെ യുഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ അന്ധകാരമായിരുന്ന ഈ ലോകത്തെ ദൈവം പ്രകാശം നൽകി, ദൈവം വീണ്ടെടുത്ത് പുതിയ സൃഷ്ടി ആക്കി തീർത്ത് ഒരു പുനഃസൃഷ്ടി നടത്തി മനുഷ്യവാസമാക്കി മനുഷ്യനെ യോഗ്യനാക്കി തീർത്തു. ഈ ലോകം ഇനി അഗ്നിക്കിരയാകുവാൻ ദൈവം ഏൽപ്പിച്ചു വച്ചിരിക്കുക. അതുകൊണ്ട് നാം വളരെയധികം, പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഭക്തിയോടും വിശുദ്ധിയോടും ഒക്കെ നാം ജീവിക്കേണ്ട കാലഘട്ടമാണ് ഈ സമയം. ആമേൻ. അന്ധകാരത്തിൻ്റെ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നല്ലോ. എഫെസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിൻ്റെ അധികാരത്തിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന, നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിന് മനസ്സുണ്ടാക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരത്തിനും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. എന്നാൽ കരുണാസമ്പന്ന ദൈവമോ തന്നെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരെ നമ്മെ ക്രിസ്തുവിനോട് ജീവിപ്പിച്ചു, കൃപയാൽ രക്ഷിച്ചു. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ കൃപയുടെ അത്യന്തനത്തെ വരുംകാലം കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടി ഉയർത്തിനേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇന്ന് നമ്മളൊരു നല്ല അനുഭവത്തിൽ കർത്താവ് നമ്മെ ആക്കി തീർത്തു. ഇപ്പം നമ്മൾ അന്ധകാരത്തിലല്ല. അഥവാ ഏതെങ്കിലും അന്ധകാരം ഈ ലോകത്ത് നമ്മുടെ മുമ്പിൽ കടന്നു വന്നാൽ വഴി കാണിക്കേണ്ടതിന് നമ്മുടെ പാതയ്ക്ക് പ്രകാശവും നമ്മുടെ വഴിക്ക് വിളക്കും ഒക്കെ ആയിട്ട് ദൈവവചനം നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമ്മെ സഹായിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട്. പിന്നെ നമ്മെ സഹായിക്കേണ്ടതിന് നാം ചെയ്യുന്ന പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അതിനെ ക്ഷമിച്ച് പാപക്ഷമ നമുക്ക് തരേണ്ടതിന്, നമുക്ക് വേണ്ടി പിതാവിനോട് മധ്യസ്ഥത അണയ്ക്കേണ്ടതിന് യേശു കർത്താവ് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിപ്പുണ്ട്. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് ചെയ്തേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നമുക്ക് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. കർത്താവ് ചെയ്യേണ്ടതെല്ലാം ചെയ്തു. മനുഷ്യ ജീവിതത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം മുഴുവനും യേശു കർത്താവ് നിറവേറ്റി കടന്നുപോയി. ഇനി ചെയ്യാനുള്ള നമ്മളാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് സമയത്തെ പൂർണ്ണമായിട്ട് അറിയുക, മനസ്സിലാക്കുക. ഇനി പിന്നെയും തിരിച്ച് പഴയ ആ അറിവില്ലായ്മയിലേക്കും അന്ധകാരത്തിലേക്കും നാം മടങ്ങിപ്പോകാതിരിക്കുക. പഴയ ഉറക്കത്തിലേക്ക് നാം മടങ്ങിപ്പോകാതിരിക്കുക. അവിടെ പാപവും എല്ലാവിധമായ അന്ധകാരവുമുള്ള സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ്
3-4 കാര്യങ്ങൾ ഇവിടെ വ്യക്തം. 1, വെൻ ടു വേക്ക്, എപ്പോൾ നാം ഉണരേണ്ടത്. 2, നാം എന്ത് വസ്ത്രമാണ് ധരിക്കേണ്ടത്. 3, നാം എങ്ങനെ നടക്കണം. 4, നാം ആത്മാവിനായി എങ്ങനെ ചിന്തിക്കണം. ഒന്നാമത്തെ കാര്യം പൗലോസ് പറയുന്നത് നമ്മൾ എപ്പോഴുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അലേർട്ടായിരിക്കണം, നമ്മൾ ജാഗരൂകരായിരിക്കണം. ഉണരാനുള്ള വലിയൊരു താല്പര്യം, ഒരു ആവേശം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച എല്ലാ ദൈവമക്കൾക്കുമുള്ള ഒരു കമാൻഡാണ്, ഒരു കൽപ്പനയാണ് ഉണരുക എന്നുള്ളത്. ആമേൻ. സഭകളോട് ദൂത് പറയുമ്പോൾ സർദീസിലെ സഭയോട് കർത്താവ് യേശുക്രിസ്തു ദൂത് പറയുന്നു. 3-ാം അധ്യായം വെളിപ്പാട് പുസ്തകം. ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവനല്ല ചെയ്യുന്നത്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാം. ജീവനുള്ളവൻ എന്ന് പേരുള്ളവരായ അനേക ആളുകൾ നമുക്കറിയാം ഈ ലോകത്തിൽ നിന്നുണ്ട്. കർത്താവ് പറയുന്നു, ഉണര്, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അപ്പോൾ ഇവിടെ റോമാലേഖനത്തിൻ്റെ 13-11 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇപ്പോഴാണ് സമയം. ദിസ് ഈസ് ദ ഹൈ ടൈം ടു അവേക്ക്. ഉണരാനുള്ള സമയം ഇതാണ്. ഇനി കാത്തിരിക്കരുത്, ഇനി അമാന്തിക്കരുത്, ഇനി താമസിക്കരുത്, സമയം ഇനി നഷ്ടപ്പെടുത്തരുത്. നോ ദ ടൈം. ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, റെഡീം യുവർ ടൈം. നിങ്ങൾ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുക. ഇന്നത്തെ സമയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നഷ്ടപ്പെട്ട സമയത്തെക്കുറിച്ച് സങ്കടപ്പെടാതെ നഷ്ടപ്പെട്ടു പോയി. ഇനിയുള്ള സമയം പ്രയോജനപ്രദമാക്കുക. ഇപ്പോൾ അത് യൂസ്ഫുൾ ആക്കിയാൽ നമുക്ക് പിന്നീട് സങ്കടപ്പെടേണ്ടി വരികയില്ല. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 5-6. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് കർത്താവിൻ്റെ ആത്മാവ് ദൂത് കൈമാറുകയാണ്. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. പകൽ സമയത്തിൻ്റെ പ്രത്യേകതയാണല്ലോ വെളിച്ചം. രാത്രിയുടെ പ്രത്യേകതയാണല്ലോ ഇരുട്ട് അഥവാ അന്ധകാരം. നാം രാത്രിക്കും ഇരുട്ടിനുമുള്ളവരല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? 6-ാം വാക്യം, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ. അപ്പോൾ ശേഷമുള്ളവരെന്ത് ചെയ്യുന്നു? അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. ശേഷമുള്ളവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നാം വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകൊണ്ട് ദൈവാത്മാവ് നമ്മോട് പറയുകയാണ്, നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായി ഇരിക്കുക. അടുത്ത വാക്യം പറയുന്നു, ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. 8-ാം വാക്യം, നാമോ പകലിലുള്ളവരാകിയാൽ എന്ത് ചെയ്യണം? വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ആമേൻ. സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മൾ ഉള്ള സമയം കൊണ്ട് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കത്തില്ലേ? അതുതന്നെയാണ് ഇവിടെയും ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്. അതേ സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ട് ഉള്ള സമയം കൊണ്ട് എത്രയും കൂടുതൽ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിയുമോ അത്രയും ചെയ്യാനായിട്ട് ശ്രമിക്കുക. സത്യം പറഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും, ഇനിയിപ്പം റിട്ടയറൊക്കെ ആയവരൊക്കെ ഒരുപക്ഷെ കേൾക്കുന്നുണ്ടായിരിക്കും. നിങ്ങളെപ്പോലെ തന്നെ റിട്ടയറൊക്കെ ആയ ഏജ് ഒക്കെ കഴിഞ്ഞ ആളാണ് ഞാനും. ആമേൻ. നമ്മൾ വിചാരിക്കുക ഇനി എന്തോ ചെയ്യാനാ, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി എന്നാ ചെയ്യാനാ? ഉണ്ട് പ്രിയരെ, ചെയ്യാനുണ്ട്.
85 വയസ്സുള്ള കാലേബ് എന്താ പറയുന്നതെന്നറിയാം? മോശ അന്ന് എന്നോട് സംസാരിച്ചില്ലേ 40 വർഷം മുമ്പ്, എനിക്ക് 45 വയസ്സുള്ളപ്പോൾ, അന്ന് എനിക്ക് തരാമെന്ന് പറഞ്ഞ ആ മല ഇന്നെനിക്ക് താ. അനാക്യ മല്ലന്മാരുടെ മല ഇന്നെനിക്ക് താ. എനിക്ക് അവകാശമായിട്ട് താ, എൻ്റെ കുടുംബത്തിന് അവകാശമായിട്ട് താ, ഞാനത് പോയി പിടിച്ചോളാം. അന്നത്തെ പോലെയുള്ള ആരോഗ്യം എനിക്ക് ഇന്നുമുണ്ട്. 85 വയസ്സായ കാലേബ് പറയുക, ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാം നടക്കും പ്രിയനെ. അപ്പോൾ ഇപ്പം നാം താമസിക്കുന്ന, ജീവിക്കുന്ന, കഴിയുന്ന ഈ സമയം ഇത് വളരെയധികം എന്താ പറയുന്നത്, ശത്രുവിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലാണ് നമ്മളായിരിക്കുന്നത്. സമൂഹത്തിൽ അതിക്രമങ്ങൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം വീട്ടിൽ പോലും ആർക്കും സുരക്ഷിതമായിട്ട് താമസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു. വളരെ മോശമായ സമയമായിരുന്നു. അതായത് എഫെസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ ദുഷ്കാലമാണ്. ഇത് ദുഷ്കാലമായക കൊണ്ട് എല്ലാവരോടും അത് പറയുന്നില്ല, ദൈവമക്കളോട് പറയുകയാണ്, ദുഷ്കാലമാണ്. അതുകൊണ്ട് സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക, ബുദ്ധിയുള്ളവരായിട്ട് പെരുമാറണമെന്ന് പറയുന്നു. നാം വളരെയധികം ശത്രുക്കളുടെ നടുവിലാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള എല്ലാം കർത്താവ് തന്നിട്ടുണ്ട്. നാം ഒരുപാട് ഉറങ്ങി, ഇനി നാം ഉറങ്ങേണ്ട ആവശ്യമില്ല. ഇനി കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. പാപത്തിൻ്റെ ഉറക്കത്തിൽ നിന്ന് ഉണരുക. പാപത്തിൻ്റെ അവസ്ഥ ഒരു ഉറക്ക അവസ്ഥയാണ്. പാപത്തിൽ കിടക്കുന്നവർ ഉറങ്ങിക്കിടക്കുകയാണ്. ആത്മീയ മരണത്തിൻ്റെ ഉറക്കത്തിൽ നമുക്ക് ഉണരേണ്ടതായിട്ടുണ്ട്. സഭയോട് നമ്മൾ കേട്ട ദൂത് വായിച്ചല്ലോ. ചവറശേഷിപ്പുകളെ ശക്തീകരിക്കുക, ഉണരുക. ജഡത്തിന് വേണ്ടി ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉണരേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്തിന് വേണ്ടി, ജഡത്തിന് വേണ്ടി, ജഡത്തിൻ്റെ സംരക്ഷയ്ക്ക് വേണ്ടി, കംഫർട്ടിന് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. ദൈവത്തെ മറന്നുപോയിട്ട് ആരാധനകളിലോ കൂട്ടായ്മകളിലോ പോലും കടന്നു ചെല്ലാൻ സാധിക്കാതെ അവർ ചോദിച്ചാൽ അവർ പറയും, ഓ വളരെ ബിസിയാ. എന്താ ബിസി? ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം, ഡബിൾ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടായിരിക്കാം, എന്തുമാകട്ടെ. എന്തിനു വേണ്ടിയിട്ട് അതെല്ലാം ചെയ്യുന്നത്? ജീവിക്കാൻ വേണ്ടി. അവർ പറയും ജീവിക്കാനുള്ള തത്രപ്പാടില്ല ഇതെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് കർത്താവിനെ വിളിക്കാൻ ആകുന്ന ആകുമ്പോഴേക്കും ഒരുപക്ഷെ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ കടന്നു വരും. പലതിനു വേണ്ടി ഓടി നടക്കുന്നവരുണ്ട്. ദൈവത്തെ അവർ മറക്കുന്നില്ല. ദൈവം ഉണ്ടെന്ന് അവർക്കറിയാം. ദൈവത്തെ ആരാധിക്കണമെന്ന് ആഗ്രഹം അവർക്കുണ്ട്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹവുമുണ്ട്. പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ജഡികമായ ലൗകികമായ കാര്യങ്ങൾ അവരെ വല്ലാതെ വലിച്ചുകൊണ്ട് പോകുകയും, അതുപോലെ തന്നെ മടി പിടിച്ചിരിക്കുന്നവരുണ്ട്, അശ്രദ്ധയായിട്ടിരിക്കുന്നവരുണ്ട്, അലസതയുള്ളവരുണ്ട്. ഇതൊക്കെ ഓരോ തരം ഉറക്കങ്ങളാണ്. ഈ ഉറക്കങ്ങളിൽ നിന്നെല്ലാം ഉണരുവാനാ ദൈവം നമ്മെക്കുറിച്ച് പറയും. ഇനി എന്തിനാണ് നമ്മൾ ഉണരേണ്ടത്? രക്ഷ അടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ നാം ഒരു പക്ഷേ പറയും നമ്മളെ രക്ഷിക്കപ്പെട്ടവരല്ലേ? അതെ, രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ രക്ഷ പൂർണ്ണമായിട്ടില്ല നമ്മുടെ ആരുടെയും. വിശ്വാസത്തിലെ നായകനും പൂർത്തിവരുത്തനുമായിരിക്കുന്ന യേശുവാണ്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടസ്ഥിരതയോടെ ഓടണം. തൻ്റെ അവസാന കാലഘട്ടത്തിലാണ്, അവസാന സമയത്താണ് പൗലോസ് പറയുന്നത്, എൻ്റെ നിര്യാണകാലം അടുത്തു, ഇപ്പോൾ തന്നെ ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നമുക്കിനി വളരെയധികം അത് പിന്നിടുവാനായിട്ടുണ്ട്, കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ. നമ്മുടെ രക്ഷ തുടങ്ങിയിട്ടേ ഉള്ളൂ. നാം രക്ഷയുടെ എങ്ങും എത്തിയിട്ടില്ല. ഈ രക്ഷ അവസാനിക്കണം. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ.
പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സാൽവേഷൻ നിയറാണ് എന്ന് പറഞ്ഞാൽ, രക്ഷ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ രക്ഷയുടെ ആ കാലഘട്ടം തീരുവാൻ പോകുന്നു എന്ന് വെച്ചാൽ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ ലോക സംഭവങ്ങളെ വിളിച്ചറിയിക്കുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ആയുസ് ഇനി അധികം നാൾ കാണത്തില്ല. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് പെട്ടെന്ന് സംഭവിക്കും. അതാ പറയുന്നത്, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്കിപ്പോൾ അധികം അടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഇനി അധികം സമയമില്ല. ഈ നമ്മുടെ ഈ യാത്ര തീരുവാൻ അധികം സമയമില്ല. ഈ യാത്ര തീരാൻ പോകുക. ആ നിത്യതയിൽ കർത്താവിനോട് ഒരുമിച്ചുള്ള സന്തോഷം അനുഭവിക്കാനുള്ള ഈ ഭൂമിയിലെ യാത്ര, നമ്മുടെ ഈ പരദേശി യാത്ര, ഇത് തീരുവാൻ പോകുക. വളരെ കുറേയധികം വർഷങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചൊന്നുമല്ല നമ്മളിവിടെ ആയിരിക്കുന്നത്. അങ്ങനെ ജീവിക്കാൻ ആർക്കെങ്കിലും വ്യാമോഹമുണ്ടെങ്കിൽ നല്ലതാ, വ്യാമോഹമൊക്കെ നല്ലതാ, ആഗ്രഹം നല്ലതാ, പക്ഷെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേ, നമ്മുടെ യാത്ര തീരാൻ പോകുക. അധികം നാൾ നമ്മുടെ മുമ്പിൽ ഇനിയില്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് ഉണർന്നേ മതിയാകത്തുള്ളൂ. ആമേൻ. സഭയോട് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഏകദേശം 7 കാര്യങ്ങൾ അവിടെ ഗുണമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കാര്യം നഷ്ടപ്പെട്ടു. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. നമുക്ക് മടങ്ങി വരാം. നമ്മൾ ഉറങ്ങുകയാണോ ഉണർന്നിരിക്കുകയാണോ? ഉറങ്ങുന്നവരാണെങ്കിൽ പലപ്പോഴും നമുക്കത് ചെയ്യാനായിട്ട് സാധ്യമല്ല. ഉണർന്നേ മതിയാകത്തുള്ളൂ. ആമേൻ. അതുകൊണ്ട് നമുക്ക് ഉണരാം. ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 21 അതുകൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 21:34 തൊട്ട് വായിക്കുന്നു. ലൂക്ക് 21:34. നിങ്ങൾ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് എന്തു ചെയ്യണം? സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ഹല്ലേലൂയ. നീ കേൾക്കുന്ന പ്രിയരെ, എനിക്ക് നിങ്ങളോട് സ്നേഹത്തോട് പറയാനുള്ളൊരു കാര്യം, ഈ രാത്രി ദൂത് കേൾക്കും, അല്ലെങ്കിൽ മറ്റെപ്പോഴെങ്കിലും നിങ്ങളിത് കേൾക്കുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം നിങ്ങളിതിനോട് തന്നെ ചോദിക്കണം. ഞാൻ വാസ്തവത്തിൽ ഉണർന്നിരിക്കുകയാണോ അതോ ഞാൻ ഉറങ്ങുകയാണോ? ഞാൻ ഉറങ്ങുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഉണർന്നേ മതിയാകത്തുള്ളൂ. ഉറങ്ങിയിരിക്കുന്നവരെ കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്. നമുക്കറിയാമല്ലോ, മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ 10 കന്യകമാരുടെ കാര്യം അവിടെ പറയുന്നുണ്ട്. ഉറങ്ങിയിരിക്കുന്നവരല്ല കൊണ്ടുപോകാൻ കർത്താവ് വരുന്നത്. സ്വർഗ്ഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരുടെ സദൃശം. 5 പേര് ബുദ്ധി ഉള്ളവരും 5 പേര് ഇല്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തു, പക്ഷേ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവർ എന്ത് ചെയ്തു? വിളക്കും എടുത്തു, വിളക്കോടുകൂടെ അല്പം എണ്ണ എക്സ്ട്രാ പാത്രത്തിൽ അവർ കരുതി. മണവാളൻ വരാൻ താമസിച്ചു. അവർ ഉദ്ദേശിച്ച സമയത്തൊന്നും മണവാളൻ വന്നില്ല. എല്ലാവരും ഉറങ്ങി, മയക്കം പിടിച്ച് ഉറക്കം തുടങ്ങി. അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിനെന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും 10 പേരും എഴുന്നേറ്റു. 10 പേരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർക്ക് എന്തു പറ്റിയെന്നറിയാമോ? അവിടെ വിളക്കിലെ എണ്ണ തീർന്നു പോയി. അവർ മറ്റവരോട് പറഞ്ഞു, നിങ്ങൾ എണ്ണ കുറച്ച് ഞങ്ങൾക്ക് തരണം. ബുദ്ധിയുള്ളവർ പറഞ്ഞു, നിങ്ങൾക്കും പോരാന്ന് വരാനിരിക്കൽ നിങ്ങൾ പോയി വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങുകയും. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്ന് ഒരുങ്ങിയിരുന്നു, അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു വാതിലടയ്ക്കുകയും ചെയ്തു. മറ്റേ കന്യമാരും വന്നു. അവർ വന്ന് മുട്ടി, അവർ എണ്ണയും കൊണ്ട് വന്ന് മുട്ടിയിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയത്തില്ല. അതുകൊണ്ട് 13-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്നത്, മത്തായി 25:13, ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. അപ്പോൾ എന്തിനാണ് ഉണരേണ്ടത്? നാളും നാഴികയും അറിയായിക കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ. ഇപ്പം നാം ഉറങ്ങുന്നവരാണോ ഉണർന്നിരിക്കുന്നവരാണോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യാനിടയാകട്ടെ.
ദൈവം നമ്മേവരെയും ഈ രാത്രി വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ.